എല്ലാവർക്കും നമസ്കാരം. ഇത് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജലഗതാഗത വകുപ്പിന്റെ സി കുട്ടാണെന്ന് പറയുന്ന ലക്ഷറി സർവീസാണ്. ആലപ്പുഴയിൽ വരുന്ന സഞ്ചാരികൾക്കെല്ലാം 5 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞെത്തുന്ന ഈ സി കുട്ടാണെന്ന് പറയുന്ന ഈ ഉല്ലാസനഗരിയിലേക്ക് സ്വാഗതം. നല്ല വെയിലുള്ള നേരത്താണ് ഈ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത്. വെയിൽ ചൂട് അറിയുന്നേ ഇല്ല. ഇവിടങ്ങളിലെ വീടിന്റെ പ്രത്യേകത ഫില്ലറിലാണ് ഈ വീടുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടനാട്ടിലെ അതിശയം വരുന്നൊരു കാഴ്ചയാണിത്. വെള്ളം മുകളിലും കര താഴെയും. ഇതാണ് പാതിരാമണൽ. ഇവിടെ നല്ല കുറ്റിച്ചെടികളും മരങ്ങളും വള്ളി പടർപ്പുകളാൽ സമ്പന്നമാണ്. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഏറെ പറ്റിയ ഇടം. നിങ്ങളുടെ കയ്യിൽ ബൈനാക്കുലർ ഉണ്ടെങ്കിൽ ഒളിക്ക് പക്ഷി നിരീക്ഷണത്തിന് പറ്റിയ നമ്മൾ ഇവിടെ പുറപ്പെടുന്നത് നേരെ പുന്നമടക്കായലിലേക്കാണ്. അതായത് നെഹ്റു ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന പുന്നമടക്കായലിലേക്ക് എത്തുന്നു. അവിടുന്ന് നേരെ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലെത്തുന്നു. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് പാതിരാമണൽ എന്ന് പറയുന്ന ഐലൻഡിലാണ്. ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഐലൻഡിൽ അരമണിക്കൂർ നമ്മൾ ചുറ്റിത്തിരിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കുടുംബശ്രീയുടെ ഭക്ഷണം നമ്മുടെ ഈ ബോട്ടിൽ ലഭ്യമാണ്. തിരിച്ച് നമ്മൾ വരുന്ന വഴിയല്ല തിരികെ വരുന്നത്. തിരിച്ച് നമ്മൾ ടൂറിസത്തിന്റെ മറ്റൊരു ഈറ്റിലമെന്നറിയപ്പെടുന്ന കുമരകത്തിന്റെ തീരങ്ങളിലൂടെയാണ്. കുമരകത്തിന്റെ തീരങ്ങളിലൂടെ കായൽ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ എത്തിച്ചേരുന്നു. കുട്ടനാടിന്റെ മറ്റൊരു കാഴ്ചയുടെ കാണാപ്പുറം എന്ന് വിശേഷിപ്പിക്കാവുന്ന 6 ബ്ലോക്ക് ചിത്തിര മാർത്താണ്ഡം കായലിലൂടെ കറങ്ങി പമ്പയാറിന്റെ കൈവഴിയായ കുട്ടനാടിൽ എത്തിച്ചേർന്ന് തിരികെ ഇവിടെ നമ്മൾ 4 മണിക്ക് എത്തിച്ചേരുന്ന 5 മണിക്കൂർ യാത്രയാണ്. ഈ ബോട്ട് പുറപ്പെടുന്നത് 11 മണിക്കാണ്. തിരികെ നമ്മൾ എത്തുന്നത് 4 മണിക്കാണ്. ഇതിന്റെ ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് താഴത്തെ ഡെക്കിൽ 400 രൂപയും മുകളിലത്തെ ഡെക്കിൽ 500 രൂപയാണ് ടിക്കറ്റ് ഫെയർ. കുടുംബശ്രീയുടെ ഭക്ഷണത്തിന് നമുക്ക് എക്സ്ട്രാ ഒരു പേയ്മെന്റ് വരുന്നുണ്ട് 100 രൂപ. കുടിവെള്ളം, ചായ, സ്നാക്സ് ഇതൊക്കെ അവർ നമ്മുടെ ഒപ്പം യാത്ര ചെയ്ത് നമുക്ക് ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ എല്ലാ സഞ്ചാരികൾക്കും ഇത് ഒരു വലിയ ആനന്ദത്തിന്റെ വഴി തുറക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും ഉണ്ട് നമ്മൾ ഈ സർവീസ്. എല്ലാ ദിവസവും ഒപ്പം നമുക്ക് മറ്റൊരു സർവീസ് ഉണ്ട്. വേഗ 2 എന്ന് പറയുന്ന ഒരു സർവീസ് കൂടി വാട്ടർ ട്രാൻസ്പോർട്ട് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇത് രണ്ടും 11 മണിക്കാണ്. സെയിം റൂട്ടിലൂടെയാണ്. വേഗയിൽ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ AC ക്യാബിനുണ്ട്. AC-യിൽ 600 രൂപയും നോൺ AC-യിൽ 500 രൂപയാണ് 400 രൂപയാണ് എന്റെ ടിക്കറ്റ് ഫെയർ. പിന്നെ കുട്ടികൾക്ക് അതെ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ഹാഫ് ടിക്കറ്റാണ്. 5 വയസ്സ് താഴത്തുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. ഓക്കെ, താങ്ക് യു. പ്രകൃതി തന്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വൈസ്രോയായിരുന്ന കഴ്സൺ പ്രഭു ആലപ്പുഴയിൽ വന്ന് പറഞ്ഞ വാക്കുകളാണിത്. അദ്ദേഹത്തെ എത്രയോ ആശ്ചര്യപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത പ്രദേശമായിരുന്നു നമ്മുടെ ആലപ്പുഴ. സഞ്ചാരികൾ ഇവിടെ ധാരാളമായി വന്ന് തിക്കും തിരക്കും കൂട്ടുന്നു. ഒരു കല്യാണത്തിനുള്ളതുണ്ടല്ലോ
നമ്മുടെ വേമ്പനാട്ട് കായൽ. ഇവിടെ പ്രവേശിക്കണമെങ്കിൽ 20 രൂപ ടിക്കറ്റ് എടുക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഊടുവഴികളൊക്കെ ഉണ്ട്. ആ വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വഴി തെറ്റാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ കൂട്ടമായി പോയി കൂട്ടമായി തന്നെ തിരിച്ചു പോരുക. നല്ലൊരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഈ പാതിരാമണലിൽ കാണാനുള്ളത്. പോകുന്ന വഴിക്ക് കുലുക്കി സർബത്തും അതുപോലെ വെള്ളമെല്ലാം വിൽക്കുന്ന കടയുമുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരു വനത്തിലേക്ക് കയറിയ പ്രതീതി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ചാനലൊന്ന് ലൈക്ക് അടിച്ചുകൊണ്ട് നമ്മുടെ ഈ പാതിരാമണൽ കാണുക. കോഴിക്കോട് നിന്ന് ബസ് മാർഗമായിരുന്നു ആലപ്പുഴയിലേക്ക് പോയത്. അതുപോലെ ആ ഒരു ദിവസം ആലപ്പുഴയിൽ വെയിലും കൊണ്ട് ഒരുപാട് അലഞ്ഞു നടന്നു. മാത്രമല്ല രാത്രി ഉറക്കമൊഴിച്ചിട്ടാണ് കോഴിക്കോട്ടേക്ക് എത്തിയത്. അപ്പോൾ ഒരു 1000-ന്റെ മുകളിൽ രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 1000 ലൈക്കെങ്കിലും കിട്ടണം. അതുകൊണ്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ കടലും കായലും കാടും അതുപോലെ പുഴയും ഇഷ്ടമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പടുകുറ്റൻ മരത്തിലേറി ഏറുമാടമുണ്ട്. ഈ കടുത്ത വേനലിൽ സഞ്ചാരികൾ തീർച്ചയായിട്ടും കയ്യിൽ കരുതുന്ന ഒന്നാണ് കുപ്പിവെള്ളം. എന്നാൽ വെള്ളം കുടിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ കുപ്പി വലിച്ചെറിയാതെ ബോട്ടിലോ മറ്റോ കൊടുക്കുക. അവർ അത് വേണ്ട രീതിയിൽ തന്നെ സംസ്കരിച്ചോളും. നമ്മൾ ഇത് വെള്ളത്തിലും മറ്റും കളഞ്ഞ് ഇവിടെ വൃത്തികേടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വളരെയേറെ വ്യത്യസ്തമായ കുമരകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. അങ്ങനെ കുമരകത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ കുട്ടനാട്ടിലേക്ക്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത വയൽ താഴെയും കായൽ മുകളിലുമാണ്. ഇവിടം ധാരാളം പക്ഷികൾ ചേക്കാറാറുണ്ട്. ഇത്തരം വൃക്ഷാതിശിഷ്ടങ്ങൾക്ക് കാണ്ടാമരം എന്നാണ് പ്രാദേശികമായി അറിയപ്പെടുന്നത്. അതുകൂടാതെ കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളുടെയും പ്രാദേശികമായ നാമം കരി എന്ന വാക്കിലാണ് അവസാനിക്കുന്നത്. രാമങ്കരി, ചേതങ്കരി, കുമരങ്കരി, കുന്നങ്കരി, കൈരികരി, ഏകദേശം 62 പ്രദേശങ്ങളുടെ പേരാണ് കുട്ടനാട്ടിൽ കരി എന്ന പേരിൽ മാത്രം അവസാനിക്കുന്നത്. അതുപോലെ കുട്ടനാട്ടിലെ കാർഷിക വിളകളെ കരിമലകൾ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അതിന് കാരണം കരിയുടെ പ്രധാന രാസഘടകമായ കാർബണിന്റെ അസാമാന്യമായ സാന്നിധ്യം കൊണ്ട് മഴക്കൂടുതലും മണ്ണാണ് കുട്ടനാട്ടിലെ ഈ കാർഷിക മേഖലകൾ. ഈ കാരണങ്ങളൊക്കെ നിരത്തിയാണ് ചുട്ടനാട് പിന്നീട് കുട്ടനാടായി മാറിയതാണെന്ന് ചില ഗവേഷകർ വാദിക്കുന്നത്. എന്നാൽ കുട്ടനാട് ഉപയോഗിക്കാനുള്ള പശുപ്രാണമായി വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന രാജവംശമായിരുന്ന ചോള രാജവംശത്തിൽ കുട്ടനാട്ടിൽ നിന്നായിരുന്നെന്ന് സാമ്രാജ്യത്തിലെ പ്രശസ്തനും ഫലപ്രദമായിരുന്ന കർണാടകയിൽ ചോരൻ ചെങ്കോട്ടുകാരന്മാരുടെ നാടാണ് പിന്നീട് കുട്ടനാടായി മാറിയതെന്ന് മറ്റു ചരിത്രകാരന്മാർ വാദിക്കുന്നു. ഇതിന് ചെലവായി നടക്കുന്ന പ്രധാന കാരണം ചരിത്രം പോലെ തന്നെ വ്യത്യസ്തമാണ്. കുട്ടനാടുമായി ബന്ധപ്പെട്ട ഭൂമിശാസ്ത്രപരമായ മറ്റു ചില സവിശേഷതകൾ. ഭൂമിശാസ്ത്രപരമായ കുട്ടനാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ താഴെ, അതായത് ജലനിരപ്പിൽ താഴെ ജനവാസമുള്ള പ്രദേശങ്ങളിലൊന്നാണ് കുട്ടനാട്. ഇതുപോലെ മറ്റൊരു ഭൂപ്രദേശം യൂറോപ്പിന്റെ ഹോളണ്ട് എന്ന അടിസ്ഥാനമായ ആംസ്റ്റർഡാമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1 മുതൽ 2 മീറ്റർ വരെ താഴ്ചയിലാണ് കുട്ടനാടിന്റെ ജനവാസ കേന്ദ്രം.
കുഞ്ഞോളങ്ങൾ കരയോട് കഥകൾ പറയുന്ന ഈ ദൃശ്യ മനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ആലപ്പുഴയിലെ KSRTC സ്റ്റാൻഡിനോട് ചേർന്നുള്ള മേരിമാത ബോട്ട് ജെട്ടിൽ നിന്നാണ് സർക്കാരിൻ്റെ ഈ ബോട്ട് യാത്ര തുടങ്ങുന്നത്. ഈ കാണുന്ന നമ്പറിൽ രാവിലെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക. 11 മണിക്കാണ് നമ്മുടെ ഈ ബോട്ട് സർവീസ് തുടങ്ങുന്നത്. ഇത്ര റേറ്റ് നോർമലി അത് പിന്നെ 600 രൂപയേ ഉള്ളൂ. തിരക്കുള്ളപ്പോൾ 1000 രൂപ വരെ വരും. ഹൗസ് ബോട്ട് എനിക്ക് ഹൗസ് ബോട്ടില്ല, ഞാൻ ശിക്കാരയാണ് ചെയ്യുന്നത്. സ്പീഡ് ബോട്ടില്ല, സ്പീഡ് ബോട്ട് അറേഞ്ച് കൊടുക്കത്തേ ഉള്ളൂ. ശിക്കാര ബോട്ടാണ് എനിക്കുള്ളത്. മറ്റേ അറേഞ്ച് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ശിക്കാര ബോട്ടതാണ്. ഒരാൾക്ക് 600, ഫാമിലിക്ക് 600 രൂപ. അത്ര പേര് 5 പേര്. അപ്പൊ നമ്മള് ഒരു ചെക്കന്മാർ 5 പേര് വന്നാലും 500 രൂപ, 600 രൂപ. ചെറുപ്പുണ്ടാവുമ്പോ 1500, 600. ബോട്ട് ജെട്ടിയിൽ നിന്നും നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് ചാർജ് 13 രൂപയുള്ളൂ. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടുപുറയിലാണ് ആലപ്പുഴയിലെ ഈ മനോഹരമായ ബീച്ച് ഉള്ളത്.